മനുഷ്യന്മാർക്കുള്ള മോന്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ് എനിവേ ഞാനിപ്പോ സ്കൂള് വിട്ട് വീട്ടിലെത്തിയിട്ടുള്ള സമയം നോക്കുകയാണെങ്കിൽ ഇപ്പൊ 5:39 സ്കൂളിൽ 1:30 മണിക്കാണ് വിട്ടത്, 2 മണിക്കാണ് വിട്ടതൊക്കെ. പക്ഷെ വീട്ടിലെത്തിയപ്പോ 5:39 എനിവേ ഗ്രൗണ്ട് എത്ര നാളത്തെ സ്കൂൾ വിട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം ഞങ്ങൾ വീട്ടിലെത്തുമ്പോ എന്തായാലും 5 മണി 6 മണി ആ സമയമാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്ന് കുറച്ച് പ്രാങ്കുകളെ കുറിച്ചുള്ള പ്രാങ്ക് ആക്കാൻ പാടില്ല. നമ്മളിന്ന് പ്രാങ്ക്സിനെ കുറച്ച് റിയാക്ഷൻ ചെയ്ത് നിങ്ങള് എനിവേ കോയിനെ കൊണ്ട് ഓക്കെ. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇനി കുറച്ച് ആൾക്കാർ ചെയ്ത പ്രാങ്കുകളെ നമ്മളൊരു റിയാക്ഷൻ രീതിയിൽ എടുക്കാൻ പോണേ. ഇനി കോപ്പറേറ്റിന് തരരുത് അണ്ണ. ഓക്കെ, ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് എല്ലാവരും കൂട്ടാം. ഇനിയിപ്പോ ഞാൻ എന്താ ഇപ്പൊ ചെയ്തെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ പൊതുവെ കുറച്ച് കുട്ടികളൊക്കെ വീഡിയോസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ആരായിട്ടും വിരോധമില്ലാത്തൊരു ചേട്ടനാണ്, അല്ലെങ്കിൽ ഒരാളാണ്. ഓക്കെ, പിന്നെ യൂണിഫോമാണ് കഴിച്ചിടാവുന്ന വീഡിയോ ചെയ്യുന്ന നല്ല വിശപ്പുണ്ട്. ചായ ഒന്നും കുടിച്ചിട്ടില്ല, ചായ കുടിച്ചോണ്ട് നിൽക്കണം. ഓക്കെ, അപ്പൊ ഒരു ലൈക്കിന് സപ്പോർട്ട് ചെയ്തൊക്കെ, കാരണം അത്രയും എഫേർട്ട് എടുത്താണ് ഗൈസ് ഈ ഒരു വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, എനിവേ ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മളെ കണ്ടന്റ് കിങ്ങേഴ്സ് ഉണ്ടല്ലോ, കേരളത്തിൽ 2 കണ്ടന്റ് കിങ്ങത്തേക്ക് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അവർക്ക് കിട്ടിയൊരു പ്രാങ്കിൽ നമ്മളിന്ന് റിയാക്ഷൻ ചെയ്യാൻ പോവാണ്. എനിവേ എന്താവെന്ന് അറിയില്ല. ഇനിയിപ്പോ കോപ്പറേറ്ററിന് തരരുത് നമ്മൾ ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നു. ഓക്കെ, കാരണം എന്റർടൈൻമെന്റ് പർപ്പസിൽ എടുക്കാൻ മാത്രമേ കൊള്ളൂ. ഇനിയിപ്പോ എന്താ സംഭവിച്ചാൽ പറ്റില്ല. ഓക്കെ, എനിവേ നേരെ വിടരുട്ട്. കാത്തുനിന്ന് നമ്മളുടെ PC ഇവിടെ എത്തിയിട്ടുണ്ട്, ഗിഗ് ബോക്സ് വന്നിട്ടുണ്ട്. സോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കയറിക്കോളൂ വീട്ടിലെ കയറിക്കോളൂ. നേരെ സ്റ്റുഡിയോയിലേക്ക് മുകളിലേക്ക് പോവാ. ഓക്കെ ഓ ആദ്യം തന്നെ എന്റെ PC വീത്തിയിട്ടു. ബോക്സ് മാത്രമല്ലേ ഗൈസ്. അപ്പൊ ഇത് ഫേക്ക് പീസാണ്, ഇവര് പ്രാങ്ക് ചെയ്യാൻ വന്നതാണ്. എന്റെ അമ്മ ഭയങ്കര പ്രാങ്ക് ആയി പോയിട്ടോ. സംഭവം കൊള്ളായിരുന്നു. നമ്മളെ സാധാരണ നമ്മൾ ഡൂഡിയാണ് പ്രാങ്ക് ആയാലും ഇപ്പൊ ഡൂഡിനെ വേറെ ആൾക്കാർ പ്രാങ്ക് ചെയ്തു. എന്നാലും ഈ പ്രാങ്കിന് ഒരു കൺഗ്രാജുലേഷൻ തരാം. കാരണം ഇതൊരു സ്ക്രിപ്റ്റഡ് പ്രാങ്ക് അല്ലാന്ന് തോന്നുന്നു. കാരണം കണ്ടാ പോയതിൽ ആൾക്കാർക്ക് മനസ്സിലായത് സ്ക്രിപ്റ്റ് അല്ലാണോ. അപ്പൊ അധികം തന്നെ ചലക്കില്ല. നേരെ അടുത്ത വീട്ടിലേക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഒറിജിനൽ PC. ഇനി ഇത് കുഴപ്പമില്ല, ഇനി എടുത്തു മുകളില് പോവാ. ഇത് ഫേക്ക് പീസ്, ഇതും കൊണ്ടുവരാം മുകളിലോട്ട്. അപ്പൊ അയറാണ് ബോക്സ് നമ്മൾ വെയിറ്റ് ചെയ്ത പീസ് ഇതാക്കണ അവിടെ എത്തിയിട്ടുണ്ട്. ഗിഗ് ബോക്സ് വാങ്ങിയാണ്. സോ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ കണ്ടില്ല, എങ്ങനെയാണ്, കൊള്ളാവോ? ഇഷ്ടപ്പെടുന്നതാണ് വിശ്വാസം. ഞാൻ കണ്ടിട്ട് അഭിപ്രായം. എനിക്ക് തോന്നുന്നു 2019 ഞാൻ ആദ്യത്തെ പീസ് വരുന്നത് വാങ്ങിയ അൺബോക്സ് വീഡിയോ ഒക്കെ അന്ന് ഇട്ടിരുന്നു. ഇപ്പൊ കുറെ ആയില്ലേ, പക്ഷെ ഇന്ന് കംപ്ലൈന്റ് ഒന്നും വന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം വന്നിട്ടുണ്ട്. അൺബോക്സ് ചെയ്യ കുഞ്ഞു, ചെയ്യല്ലേ? റെഡി അല്ലേ? ഓക്കെ, കുഞ്ഞോളെ ഇതുവരെ കണ്ടില്ലല്ലോ, ഞാനും കണ്ടില്ല. ഓക്കെ, ഇത് നല്ല കരം ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഹാൻഡ്സ് നല്ല വെയിറ്റ് ഉണ്ടാവും. തെർമോക്കോൾ വലിച്ചൂരി മതി. ഇതിന്റെ ഗ്ലാസ് ഒന്നും പൊട്ടരുത്. നമ്മളെ പീസ് ഇതാണ്. അല്ലെങ്കിൽ തല കെട്ടാം. ഭയങ്കര ക്ലീനാണല്ലോ അല്ലേ? എന്താ ഫുള്ള് ബ്ലാക്ക് ആയിട്ട്. സാധാരണ കുറെ വയറെ കാണാനൊന്നും കാണില്ല. അതിനുള്ള ഒക്കെ ഫിറ്റ് ചെയ്തില്ല, ഒന്നും മറന്നില്ലല്ലോ. കാര്യം കിടക്കുന്ന ഇല്ല, അത് നമുക്കത് വെച്ച് കണക്ട് ചെയ്തൊക്കെ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ്. അതിൽ എല്ലാ സാധനവും നമുക്ക് ഇതിന്റെ സ്പെക്ക് കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. സാധനം നമ്മളെ PC ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഇനി ഓൺ ആക്കാൻ പോവാണ്. നല്ല അടിപൊളി ക്ലീൻ ലുക്കിലായിട്ട് വന്നത്. അപ്പൊ ഞാൻ എക്സൈറ്റഡ്. നമുക്ക് എന്തായാലും ഓണാക്കാം. ഓണാക്കടി. ഓക്കെ ഫാൻ കാണാൻ നല്ല രസമുണ്ടല്ലോ അല്ലേ? അങ്ങനെ സാരിയും കൊടുത്താ നമ്മുടെ പീസ് ഇത് അൺബോക്സ് ചെയ്ത് പീസ് RTXന്റെ MSIയുടെ കാർഡാണ് കേട്ടോ. നല്ല സ്മൂത്ത് ഒരു ഒരു ചെറിയ സംഭവം നടന്നത്. നമ്മളിപ്പം അൺബോക്സ് ചെയ്ത് എന്റെ PC അല്ലോ അല്ലേ, ഇവന്മാരെല്ലാരും കൂടി ഞങ്ങളെ പ്രാങ്ക് ചെയ്താണ്. ഇത്രയും വലിയൊരു എന്താ പറയാ, വളരെ സർപ്രൈസിംഗ്ലി ഗ്രോ ചെയ്ത യൂട്യൂബറാണ്. അറിയാലോ. അതിപ്പോ പറയേണ്ട ആവശ്യമില്ല. സർപ്രൈസിംഗ്ലി ഗ്രോ ചെയ്ത യൂട്യൂബറാണ്. ഫ്യൂച്ചറിലെ കുട്ടികൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന യൂട്യൂബറാണ്. ഇനി സർപ്രൈസിൽ തന്നെ ഫ്യൂച്ചറിലേക്ക് ഒരു കുതിച്ചാട്ടം ഉണ്ടായിട്ടുണ്ടോ? ഒക്കെ നെക്സ്റ്റ് കാണാം.
അപ്പൊ അൺബോക്സിംഗ് ടൂറിന് ചെറിയൊരു പ്രാങ്ക് നമ്മുടെ ഭാഗത്ത് കൊടുക്കണ്ടേ? നിങ്ങൾ തന്നെ പറ. അപ്പൊ അൺബോക്സിംഗ് ടൂറിന്റെ പീസ് രണ്ട് മുതൽ പ്രാങ്കാണ് കണ്ടു വെച്ച് എന്തെങ്കിലും നമുക്ക് കൊടുക്കട്ടോ. നമ്മുടെ മെയിൻ പീസ് അൺബോക്സ് ചെയ്യാൻ പോകും. മെയിൻ പീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ രണ്ടാമത് അൺബോക്സ് ചെയ്യാൻ പോകട്ടെ. ഇതൊന്നും എന്റെ പീസ് അല്ല, ഇതെന്റെ പീസ് അല്ല. നല്ലോണം കിട്ടി. നമ്മളെ പ്രാങ്ക് ചെയ്ത ബോക്സാണ്. ഇതിലാണ് നമ്മുടെ പെട്ടികൾ, എല്ലാത്തിനും പെട്ടില്ലേ എല്ലാം കൊണ്ടുവന്നു. കാരണം വാറണ്ടി കാര്യങ്ങൾ എല്ലാത്തിനും നമ്മൾ കീപ്പ് ചെയ്യണം. ഇത് നമ്മുടെ അങ്ങനെ എന്റെ ഒരുപാട് കാലത്തെ പോലെ സ്വപ്നപ്പോ സ്ഥിതി സാക്ഷാത്കരിച്ചു. അൺബോക്സിനോട് തന്നെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടൊരു റിയൽ ആയിട്ടുള്ള ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ കണ്ടു. സന്തോഷമായിലൂടെ സന്തോഷമായി അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതിന് ഞാൻ ഒരു വലിയൊരു കയ്യടി ഞാൻ എന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു മാക്സിമം ലൈക്ക് അടിച്ചു. ഓക്കെ ഗൈസ്, ലൈക്ക് അടിച്ച് കയ്യടി പ്രോത്സാഹിപ്പിക്കും. ഓക്കെ, ഇത് നമ്മുടെ മദർ ബോർഡിനകത്ത് ഞാൻ റാം കാര്യങ്ങൾ എല്ലാത്തിന്റെ ബോക്സ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. റാം, പിന്നെ SSD ഉപയോഗിച്ചിരിക്കുന്നത്, പിന്നെ ഇതിന്റെ നമുക്ക് വൈഫൈ ഉണ്ട്. വൈഫൈയും ബ്ലൂടൂത്തും മറ്റേ പഴയ മദർ ബോർഡിൽ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ഇതിനകത്ത് തന്നെ വൈഫൈയും ബ്ലൂടൂത്തും ഉണ്ട്. സെപ്പറേറ്റ് നമുക്ക് അവർ നമ്മളുടെ ഒറിജിനൽ പീസ് ഇതൊക്കെ നമ്മളുടെ ഒറിജിനൽ പീസ് അവർ എടുക്കാൻ പോയിട്ടുണ്ട്. സോ ഇപ്പൊ ഇത്രയും കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു 1.5 ഐറ്റം ആയിരിക്കും നമ്മളുടെ PC 2021 നമ്മളെ കിട്ടിക്കാച്ച് വേറെ ലെവൽ രീതിയിലായിരിക്കും നമ്മുടെ PC എന്ന് എനിക്കിപ്പം ഒരു ചെറിയ തോന്നുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ നമ്മുടെ PC കാണിക്കുന്നില്ല. സോ ഞാനും കണ്ടിട്ടില്ല, വേറെ ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. അവർ മാത്രമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ PC എടുത്ത് കൊണ്ടുവരും. എന്നിട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ PC റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും പേര് അതുപോലെ തന്നെ എന്നെ പ്രാങ്ക് ചെയ്ത വീഡിയോ അവരുടെ ചാനൽ അപ്ലോഡ് ചെയ്യും, കിക്ക് ബോസ് എന്ന ചാനൽ. സോ അത് ലിങ്ക് അറ്റാച്ച് കൊടുക്കുക. അവർ പ്രാങ്ക് ചെയ്ത വീഡിയോ ചിലപ്പോൾ നാളെ മറ്റന്നാൾ വരും. അതേ സംഭവം ശരിക്കും ഞാൻ ചെറുതായിട്ട് പ്രാങ്ക് ആയിട്ട് ഞാനും ഡ്യൂട്ടി ഇന്നവരങ്ങനെ ഒരുമിച്ച് പ്രാങ്ക് ആയില്ല. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആയി തോന്നുന്നു. നല്ലൊരു പ്രാങ്ക് ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. ഇനി കൂടുതൽ വീഡിയോസും കാര്യമൊക്കെ അവരുടെ ചാനലുണ്ട്. സോ അതെന്തായാലും ചെക്ക് ചെയ്യാം. ഹ്യൂജ് ഷെയർ ഔട്ട് കിക്ക് ബോസ്. ഇനി ഞാനിനി അവർ PC കൊണ്ടുവരട്ടെ. ഇനിയിപ്പോൾ ആ PC അൺബോക്സ് ചെയ്യണം. എൻ്റെ സ്വന്തം PC കേസ് കുറെ കാലത്തിന് ശേഷം നമ്മൾ PC എത്തുന്നത്. സോ അതിൻ്റെ അൺബോക്സിങ് വീഡിയോസും അതിൻ്റെ ലുക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. സോ എന്തായാലും നമുക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് തന്നെ വീഡിയോ പബ്ലിഷ് ചെയ്യും. സോ നാളെ കാണാം എങ്ങനെയായിരിക്കും നമ്മളുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, കാരണം ഇപ്പൊ രാത്രി ഷൂട്ടാണ്. രാത്രിയായി കഴിച്ചപ്പോ 8 മണിയൊക്കെ ആയൊക്കെ. കാരണം വീഡിയോ ഷൂട്ട് ചെയ്ത് എത്ര നേരം പൊടിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണ കാഴ്ച നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇപ്പൊ 8-10 ആയൊക്കെ സമയം. അപ്പൊ കാഴ്ച എനിവേ അടുത്ത ദിവസം കാണാൻ ഇനിയിപ്പോ ഷൂട്ട് ചെയ്യാൻ നിന്നാൽ തീരെയും ക്ലാരിറ്റി ഉണ്ടാവില്ല. 9 മണിക്കായ എത്രയും ക്ലാരിറ്റി ഉണ്ടാവില്ല. എനിവേ അടുത്ത ദിവസം പുതിയ വീഡിയോ കാണാം. ബൈ ബൈ. ഓക്കെ കഴിച്ച് ഇങ്ങനെ വെച്ചാൽ 5, 6, 7, 8 4 മണിക്കൂർ കഴിച്ച് ഈ 8 മിനിറ്റിലെ 8 മിനിറ്റ് പോലെ വീഡിയോ ഉണ്ടാവില്ല. 4 മണിക്കൂർ കഴിച്ച് ഇവരും 8-10 മിനിറ്റിലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് വേണ്ടി വന്നു. ഓക്കെ, ഭയങ്കര കഷ്ടപ്പാടാണ്. എനിവേ ഒച്ചമുളൊക്കെ കൂടുന്ന സമയമാണ്. എനിവേ അടുത്ത ദിവസം കാണാൻ ബൈ ബൈ. ഓക്കെ, ലവ് യു ഓൾ. മാക്സിമം ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ.